ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് പേജ് സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെ പേജ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി വലതുവശത്ത് ആ മുകളിലുള്ള 3 വരയുണ്ടല്ലോ, ആ 3 വരകളിൽ ക്ലിക്ക് ചെയ്യണം. അന്നേരം അവിടെ പേജസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് യുവർ പേജ് എന്ന പുതിയ ഒരു പേജ് വരും. അതിൻ്റെ അടിയിലായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കണം. അന്നേരം വരുന്ന അടുത്ത പേജിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പേജിന് ഒരു പേര് കൊടുക്കാനാണ് പറയുന്നത്. അത് ഓരോരുത്തരും എന്ത് പേരാണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്, ഈസി കുക്ക് എന്ന്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പേജിന് അനുയോജ്യമായ കാറ്റഗറി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നമ്മുടെ പേജിൽ നമ്മളിടുന്ന വീഡിയോസോ പോസ്റ്റുകളോ ഒക്കെ എന്തിനെ ആസ്പദമാക്കിയുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ആരോഗ്യപരമായത് അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം സംബന്ധിച്ചുള്ളതായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഈസി കുക്ക് എന്നതായതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കുക്കിംഗ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്കവിടെ സെർച്ച് ഫോർ കാറ്റഗറീസിൽ കുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യാം. ഇത് കണ്ടോ, അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കതിൽ നിന്ന് കിച്ചൺ കുക്കിംഗ് എടുക്കാം. ഇനി ക്രിയേറ്റ് കൊടുക്കാം. ആ സമയം ഈസി കുക്ക് എന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പേജുമായി ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ ജനറൽ എന്നിടത്ത് നമ്മുടെ പേജിനെ കുറിച്ചൊരു വിവരണം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ്സ് കുക്കിംഗ് എന്ന് കൊടുക്കുവാണ്. അതിന് താഴെയായി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെബ്സൈറ്റ് എന്നുള്ളിടത്ത് യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ഇമെയിൽ, ഫോൺ നമ്പർ, അഡ്രസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം വേണമെങ്കിൽ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീടാണെങ്കിലും അതൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഈ ഒരു പേജിലാണ് പേജ് പ്രൊഫൈൽ പിക്ചർ എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കവർ ഫോട്ടോയും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് ഗാലറിയിൽ പോയി അവിടെ നിന്നുള്ള ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും നെക്സ്റ്റ് അടിച്ചു വരുന്ന പേജിൽ നിന്നും ഇൻവൈറ്റ് ടു ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിന് റിക്വസ്റ്റ് അയക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത് വരുന്ന പേജിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുകയാണെങ്കിൽ പേജിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിലും നോട്ടിഫിക്കേഷനായിട്ട് വരും. അതേസമയം നമ്മളത് ഓഫ് ആക്കിയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ പേജിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ഡൺ കൊടുക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പേജിലേക്ക് എത്തി. ഇനി അവിടെ സ്റ്റാർട്ട് ടൂർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ഒടുവിൽ നമ്മൾ ഡൺ കൊടുക്കണം. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈസി കുക്ക് എന്ന പുതിയ പേജിലേക്ക് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പേജുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് നോക്കിയിട്ട് അത് സംബന്ധിച്ചുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.